മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ മരണത്തിൽ ഭാര്യ ജസീല ഹൈക്കോടതിയിൽ. വിചാരണ കോടതി മാറ്റിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. കോടതി മാറ്റം പ്രതിഭാഗം അഭിഭാഷകന്റെ താൽപ്പര്യപ്രകാരമാണ് എന്ന് ഹർജിക്കാരിയുടെ വാദം. വിവരങ്ങളും വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, എന്തൊക്കെയാണ് ബഷീറിന്റെ ഭാര്യ ജസീല ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നത്? രണ്ടാവശ്യങ്ങളാണ് ഈ ഹർജിയിലുള്ളത്. അതിൽ ഒന്ന്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ തീരുമാനം ഉണ്ടായിരുന്നു. നേരത്തെ കേസ് പരിഗണിച്ച സെഷൻസ് കോടതി ഒന്നിൽ നിന്ന് വിചാരണ മറ്റൊരു കോടതിയിലേക്ക് മാറ്റുക എന്ന തീരുമാനമെടുത്തിരുന്നു. അത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതായത് പ്രതിഭാഗം അഭിഭാഷകൻ്റെ ആവശ്യം പരിഗണിച്ചാണ് സെഷൻസ് കോടതി അങ്ങനെ ഒരു തീരുമാനമെടുത്ത്. അത് യഥാർത്ഥത്തിൽ പ്രതിഭാഗത്തെ സഹായിക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാവണം. ആദ്യം കേസ് പരിഗണിച്ച തിരുവനന്തപുരം സെഷൻസ് കോടതി ഒന്നിലേക്ക് തന്നെ കേസ് മാറ്റണം. അതാണ് ഒന്നാമത്തെ പ്രയർ. മറ്റൊന്ന്, ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കണം എന്നുള്ളതാണ്. ഈ നിലവിലൊരു പ്രോസിക്യൂട്ടർ ഉള്ളത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നൊരാക്ഷേപം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. ആ സാഹചര്യത്തിൽ നീതിപൂർവമായൊരു വിചാരണയും നടപടിക്രമങ്ങളും നടക്കുമോ എന്നൊരു സംശയം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ച് ഈ കേസിൻ്റെ നടപടികളിലേക്ക് വേഗതയും സുതാര്യതയും കൈവരണം എന്നതാണ് അവരുടെ ആവശ്യം. ഏതായാലും ഈ രണ്ട് ആവശ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി അടിയന്തരമായി പരിഗണിക്കും. നാളെ തന്നെ ഈ കേസ് ഓപ്പൺ കോർട്ടിൽ വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഒരു പ്രാഥമിക നടപടിയിലേക്ക് കോടതി കടക്കാനും സാധ്യതയുണ്ട്. ഒന്ന്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കണമെന്ന ആവശ്യം പരിഗണിക്കേണ്ടത് സർക്കാരാണ്. കോടതി മാറ്റം സംബന്ധിച്ച് തീരുമാനം കോടതിക്ക് തന്നെ തിരുത്താവുന്നതാണ്. കാരണം സെഷൻസ് കോടതി എടുത്ത തീരുമാനത്തെ ഹൈക്കോടതിക്ക് നിയമപരമായി തിരുത്താവുന്നതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് തീരുമാനം വേണ്ടത്. നാളെ ഒരു പക്ഷേ അതിലൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയും രണ്ടാമത്തെ കാര്യത്തിൽ സർക്കാരിനോട് നിലപാട് തേടുകയുമാണ് സാധ്യത. ഏതായാലും കോടതി ഇക്കാര്യത്തിൽ ഒരു കോടതിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കറിയാം, ശ്രീറാം വെങ്കട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥനാണ് ഈ കേസിലെ പ്രതി. ആ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഇടപെടുന്നു എന്നൊരാക്ഷേപം ഈ കേസിൽ പലകുറി ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ കോടതിക്കെതിരെ കൂടി ഒരാക്ഷേപം കുടുംബം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഏതായാലും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നാളെ കേസ് വരുന്നുണ്ട്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.